ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അരിയും ഉഴുന്നും അതുപോലെ അപ്പത്തിനുള്ള അരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ, അപ്പം, ഇഡലിക്കുള്ളത് എല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്നലെ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടതായിരുന്നു. പക്ഷേ ഇന്നലെ നേരം കിട്ടിയില്ല. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അപ്പത്തിനുള്ള ഇഡ്ലി റൈസ് കുതിർത്തെടുത്തത് ഗ്രൈൻഡറിലിട്ട് ഞാൻ അരച്ചെടുക്കണം. പിന്നെ ഞാൻ ആ സമയത്ത് അപ്പത്തിന് വേണ്ടിയിട്ട് നാളികേരൊക്കെ ഒന്ന് ചെരുകിയെടുക്കണം. നാളികേരൊക്കെ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നാളികേരം സമയമുള്ള സമയത്തൊക്കെ അതായത് ചെരുകി ഫ്രീസ് ചെയ്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതേ നാളികേരം വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു നാളികേരം പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ആ നാളികേരം വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഫെർമെൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പഴയ കാലങ്ങളിലൊക്കെ ഈ കള്ളൊക്കെ ചേർത്തിട്ടുണ്ടാക്കണ അപ്പം വട്ടയപ്പം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് നാളികേരം വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമല്ലോ. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അപ്പത്തിനുള്ള അരി മാത്രമാണ് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാറുള്ളൂ. അതിനുവേണ്ടി പിന്നെ അവൽ, നാളികേരം അതുപോലുള്ള കാര്യങ്ങളൊക്കെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് അരച്ചെടുക്കാറ്. അപ്പോൾ അത് അരി നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണല്ലോ. കുറേ സമയം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു വരും ചെയ്യും. അപ്പോൾ നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സമയമെടുക്കുന്ന പരിപാടികളൊക്കെ തന്നെയല്ലേ. കേരള ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഈ ഇഡ്ഡലി അതുപോലെ ദോശ എന്നൊക്കെ പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങൂല്ലേ. തലേ ദിവസം അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും അരിയൊക്കെ വെള്ളത്തിലിടണ്ടേ, അരി ഉഴുന്ന് കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ അത് അരച്ചതിന് ശേഷം പുളിപ്പിച്ചെടുക്കണ്ടേ, ഫെർമെൻ്റായിട്ട് വരണം ഒരു 8 മണിക്കൂറെങ്കിലും. അതിന് ശേഷമൊക്കെയല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക റെഡിയാക്കാൻ പറ്റുള്ളൂ, ഇഡലി ദോശ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബാറ്ററുകളെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ശരിക്കും എളുപ്പമാണ്. ഇപ്പോൾ വർക്കിംഗ് വുമൻസിനാണെന്നുണ്ടെങ്കിലും അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നാളികേരം ചെരുകിയതും അത്യാവശ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച, അതായത് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു നാളികേരം വെള്ളവും പഞ്ചസാരയും ഈസ്റ്റും കൂടി ചേർത്തുള്ള മിക്സിയിൽ അതും കൂടി ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ ചോറിന് പകരം ഞാൻ അവൽ തന്നെയാണ് എപ്പോഴും ചേർത്ത് കൊടുക്കാറ്. മിക്കപ്പോഴും ഒന്നും കൂടി നന്നായിട്ട് വരണത് അവലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതേ നേരത്തെ അരി അരച്ചെടുത്തില്ലേ, ആ സെയിം ആ ഒരു പാത്രത്തിലേക്ക് ഈ അരച്ചെടുത്ത ആ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ഞാൻ കൈവച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഒരു ലൂസാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം വാഴയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വാഴയില എന്ന് പറയുമ്പോൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. വാഴയില ശരിക്കും ഇവിടെ അത്യാവശ്യം നല്ല പ്രഷ്യസാന്ന് പറയണ്ട. വാഴയില കിട്ടും, മാർക്കറ്റ് ഏരിയകളിലൊക്കെയാണ് കൂടുതൽ കിട്ടുക. പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ഇപ്പോൾ ബ്ലിങ്കിറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഓൺലൈൻ ആപ്പുകളൊക്കെ വഴി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ വീതിയുള്ള വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ അട അല്ലെങ്കിൽ ഇപ്പോൾ പൊതിച്ചോറോ അല്ലെങ്കിൽ അങ്ങനെ വാഴയില കൊണ്ട് നമ്മുടെ കേരള വിഭവങ്ങൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും വീതിയുള്ള ഇലകൾ വേണം. അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കണമെങ്കിൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ വണ്ടി പറിക്കാനും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യം വളരെ കുറവായിരിക്കും. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ വാഴയിലൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ വാഴയില ഇങ്ങനെ കീറി കീറി വെക്കണം കേട്ടോ. ഇത് ഓൺലൈനിൽ വീതിയുള്ള വാഴയില നോക്കി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ.
അപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം എന്തേ ചെരുകി എടുക്കുന്നതാണ്. അത്യാവശ്യം നല്ല നാളികേരം ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ അടയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഈ നാളികേരത്തിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തോട്ടുള്ള സിമ്പിളായിട്ടുള്ള പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട തന്നെയാണ്. ഓണത്തിനൊക്കെ ഉണ്ടാക്കില്ല ഈ ഒരു അട, എന്തോ ഒരു പേര് പറയും, പൂവടാന്നോ അങ്ങനെ എന്തോ പറയാമെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതേ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇതിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനാവശ്യത്തിനുള്ളൊരു ഉപ്പ്. അട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നോസ്റ്റാൾജിക് വിഭവം എന്നൊക്കെ തന്നെ പറയാമല്ലോ. പ്രത്യേകിച്ച് പുറത്തുള്ളവരെ സംബന്ധിച്ച്. നാട്ടിലുള്ളവർക്ക് അടയ്ക്കൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പറമ്പിലൊക്കെ ഇഷ്ടം പോലെ വാഴയും കാര്യങ്ങളൊക്കെ കിട്ടും. പുറത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചും ഇതിനോടൊക്കെ ഇഷ്ടം കൂടുതലുണ്ടാവും. അപ്പോൾ ആദ്യം എൻ്റെ രണ്ടാമത്തെ മോനൊന്നും അടിയൊന്നും ഇങ്ങനെ നാടൻ വിഭവങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഇഷ്ടമാണ്. അതിനുശേഷം ഇതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഉഴുന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉഴുന്നായ കാരണം ഇങ്ങനെ ഈസി ആയിട്ട് കൈവച്ചിട്ട് തന്നെ എടുക്കാമല്ലോ. പിന്നെ അതൊന്നും പൊക്കിയെടുക്കേണ്ട ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉഴുന്ന് വടയ്ക്കും കൂടി ഉള്ള കാരണം എന്താ പറയുക, കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പകുതി ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ബാക്കി പകുതി നമുക്ക് ഇഡ്ഡലി ബാറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുക്കണം ചെയ്യുക. അപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ള ഒരു ബാറ്റർ ആണെന്നുണ്ടെങ്കിലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉഴുന്നുവട നമുക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഹോം മെയ്ഡ് ഉഴുന്നുവട എന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റി അല്ലേ, ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ അതേ അങ്ങനെ ഉഴുന്നുവടയുടെ ബാറ്ററും ഇതിൻ്റെ ഒപ്പം തന്നെ റെഡിയായി. പിന്നെ അതേ അവലാണ് കേട്ടോ. അവലും പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കണത് ഇഡ്ഡലി റൈസാണ്. അതും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് അരയ്ക്കണത്. അപ്പോൾ ഇഡ്ഡലിക്ക് മാത്രമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവലും ഉഴുന്നും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് സാധാരണ രീതിയിൽ അരയ്ക്കാറ്. ഉഴുന്നടയ്ക്കും കൂടി ആകുമ്പോൾ പിന്നെ അതിൽ അവൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ടിട്ട് അതും അരയ്ക്കാനിടണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ അട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളും നടക്കും ചെയ്യുമല്ലോ. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞിങ്ങോട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ വാഴ ഞാൻ അപ്പോഴേക്കും നന്നായിട്ട് കഴുകി എടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം ഈ ഒരു അടയുടെ ഒരു മാവ് അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കുറച്ച് ചെറിയ ഉരുളകൾ എടുത്തിട്ട് വാഴയിൽ നല്ല കനം കുറച്ച് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കുമ്പോഴാണല്ലോ ശരിക്കും ഈ ഒരു അടയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. പക്ഷേ നമ്മൾ കുറേ ഉണ്ടാക്കണം. 1, 2, 3 കഴിച്ചാലും നമുക്ക് ഒന്നാവാത്തൊരവസ്ഥയായിരിക്കും നല്ല തിന്നായിട്ടുള്ള അടകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ നാളികേരവും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാട്ടെ ഇതുപോലെ. അതിന് ശേഷം ചുട്ടെടുക്കുകയാണ്. ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അടകളെല്ലാം പരത്തി ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പാനിലാണ് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയില്ല, ഒരുപാട് സമയം നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന അടകളുണ്ട്, അതുപോലെ ചുട്ടെടുക്കുന്ന അടകളുണ്ട്. ചുട്ടെടുക്കുന്നതാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി അല്ലേ. ഇതുപോലെ ആ ഒരു ഇലയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു ഫ്ലേവർ കൂടുതലായിരിക്കും ഇങ്ങനത്തെ ചുട്ടെടുക്കുന്ന അടകളാകുമ്പോൾ. പക്ഷേ ചുട്ടെടുക്കുന്ന അടകളിൽ എനിക്ക് തോന്നുന്നു പഞ്ചസാര മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ, പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ചുട്ടെടുക്കുന്ന അടകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. തിരിച്ച് വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് മറ്റേ ഭാഗം കൂടിയും വെന്ത് വരണം. ആ ഒരു ഇലയിൽ നിന്ന് വിട്ട് വരണം ആ ഒരു പരുവം അത്രേ വേണ്ടൂ. വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത് 2 എണ്ണത്തിലാവുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഒരട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഭാഗവും ആ ഒരു ഇലയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും. ഇലയുടെ ഫ്ലേവേഴ്സ് കാര്യങ്ങൾ ഒക്കെ ആ ഒരു അടയിലേക്കും ഒക്കെ വരുമ്പോൾ കൂടുതൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അടയൊക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അട ഉണ്ടാക്കലും മാവ് ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഒരേ സമയം തന്നെ നടക്കും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു അരിയും അവലും ഒക്കെ കൂടെ അരച്ചതും റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാവുമ്പോൾ ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അട തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാറ്. ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറ്. അല്ലാതെ ഫെർമെൻറ്റ് ചെയ്യാതെ ഫ്രിഡ്ജിൽ വയ്ക്കൽ ചെയ്യാറില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാവുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ദോശ ഒക്കെ വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഫെർമെൻറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതായത് നമ്മുടെ അടകളൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇലയിൽ നിന്ന് നന്നായിട്ട് അങ്ങോട്ട് വിട്ട് വന്നിട്ടും ഒക്കെ തന്നെയുണ്ട് കേട്ടോ. പൂവടാന്നാന്ന് തോന്നുന്നു ഈ ഒരു അടയ്ക്ക് പറയാമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചില നാടുകളിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് കാരണം ഇതിന് ഓട്ടടാന്ന് പറയുന്നു തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഓട്ടടാന്ന് പറയുന്നത് ഇതിനല്ല, കട്ടിയിൽ പരത്തി ഉണ്ടാക്കുന്ന ഇങ്ങനെ ഫില്ലിംഗ് ഒന്നും വെക്കാത്ത അടയ്ക്കാണ് ഞങ്ങളുടെ നാട്ടിൽ ഓട്ടടാന്ന് പറയാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവും ദോശമാവും ഒക്കെ ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പത്തിൻ്റെ മാവ് പിന്നെ പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് വരും, അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ കുറച്ചങ്ങോട്ട് നീക്കി വെക്കും, അല്ലെങ്കിൽ കിച്ചണിൽ വെച്ചാലും അത്യാവശ്യം ചൂടടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായിട്ട് വരുമല്ലോ. അപ്പത്തിൻ്റെ മാവൊക്കെ ഒരു 2-3 മണിക്കൂറിനൊക്കെ ഫെർമെൻ്റായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വരും. ദോശമാവ് ഒന്നും കൂടിയും ഒരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കബോൺ പാർക്കിലാണ് കേട്ടോ പോണത്. ഇവിടുത്തെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാർക്കല്ലേ, ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്ക് തന്നെയാണെന്ന് പറയാം കേട്ടോ കബോൺ പാർക്ക്. അപ്പോൾ ഞാൻ കബോൺ പാർക്കിനെ കുറിച്ച് ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഏരിയയാണ്, അതുപോലെ ലവേഴ്സ് വരുന്ന ഏരിയയാണെന്നൊക്കെ. പക്ഷേ ലാൽബാഗിൻ്റെ അത്രയ്ക്കൊരു വലിപ്പമൊന്നും എനിക്ക് കബോൺ പാർക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ എൻട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. പക്ഷേ പിന്നെ ടോയ് ട്രെയിൻ അങ്ങനെ പല സംഭവങ്ങൾ, ബോട്ടിങ് അങ്ങനത്തെ ഇതിനൊക്കെ ചെറിയ ചാർജസ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ കോണൊക്കെ ഇതുപോലെ കണലിൽ വെച്ച് ഇങ്ങനെ ചുട്ട് എടുക്കുന്ന ഒരു രീതിയിൽ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഗുഡ്ഗാവിൽ താമസിച്ചിരിക്കണ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നല്ല വിൻ്ററിൽ നല്ല തണുപ്പുള്ള സമയത്ത് ഇതുപോലെയുള്ള കോണൊക്കെ അവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ സ്ഥിരം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ കേരളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ മിക്കയിടത്തും കാണുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് സാധാരണ കോണാണ്, സ്വീറ്റ് കോണല്ല. അവർ പിന്നെ നാരങ്ങാനീര്, ഉപ്പ്, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഇതിൽ തേച്ച് അങ്ങനെ തരും. അപ്പോൾ ഒരു നമ്മൾ നടക്കുന്ന സമയത്ത് കഴിക്കാനൊക്കെ ഒരു രസം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു കോൺ ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിനേക്കാളും ഇതൊക്കെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തരിക അല്ലേ. ഇതൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ കാറ്റഗറിയിലുള്ള സംഭവമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ അങ്ങനെ മാത്രം. അപ്പോൾ കുട്ടികളും വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും നന്ദും ഇങ്ങനെ ചോദിച്ചു ഒന്ന് ജസ്റ്റ് കടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഇഷ്ടമായില്ല, എനിക്ക് തന്നെ തിരിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് ചില സംഭവങ്ങളോടൊക്കെ മാത്രമേ കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ളൂ, കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇങ്ങനെ പാറകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് കയറലും കളിക്കലും ഇറങ്ങലും അങ്ങനത്തെ സംഭവങ്ങൾ. അത്ര ഒരുപാട് ഭയങ്കര തിരക്കെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അത്ര നമുക്ക് തിരക്ക് കാര്യങ്ങളായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമുക്കിപ്പോൾ ഒരു മോർണിംഗ് വാക്കിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു ഏരിയ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ പറ്റിയൊരു ഏരിയ, അത്യാവശ്യം നടക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നും നമ്മൾ നടക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്നൊക്കെ വ്യത്യാസം, അല്ലെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോളിഡേയ്സിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഏരിയ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞങ്ങളങ്ങനെ എല്ലാ ഏരിയയൊന്നും കവർ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ നടക്കണമെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കേണ്ട ഏരിയ, അങ്ങനെ കുറച്ച് ഏരിയകളിലൊക്കെ തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു ഇത്രയധികം ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയമൊന്നും അങ്ങോട്ട് എന്താ പറയുക ക്യൂ നിൽക്കേണ്ട ഒരാവശ്യമൊന്നും വന്നില്ല. അപ്പോഴേക്കും ട്രെയിൻ കണ്ടോ, ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ട്രെയിനിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തതുപോലെ ക്യൂ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി ഇങ്ങനെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ പോയില്ല, കാരണം അതിന് എനിക്ക് ഒന്ന് കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്തതൊക്കെ കേട്ടോ. പക്ഷേ നല്ലൊരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ആ ട്രെയിൻ പോകുമ്പോൾ ശരിക്കും അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ക്യൂ ഒക്കെ നിന്നത് ബോട്ടിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കയറിയിട്ടോ. അപ്പോൾ ചെറിയൊരു 2 റൗണ്ട് അത്രയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഇത്ര നാൾ ബാംഗ്ലൂരൊക്കെ താമസിച്ചു എന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കബോൺ പാർക്കിൽ പോകുന്നത്. ലാൽബാഗിലൊക്കെ പല ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ പല സംഭവങ്ങളും ഇങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ കബോൺ പാർക്കിൽ ഇതുവരെ അങ്ങനെ ഒന്നും നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല, ആദ്യമായിട്ടാണ് അപ്പോൾ പോണത്. അപ്പോൾ അതേ ബോട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു കിഡ്സിൻ്റെ പ്ലേ ഏരിയയുടെ ഒരു അടുത്ത് തന്നെ ബാലഭവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മസാല ദോശ, അതുപോലെ വെജ് നൂഡിൽസ്, കേരള പൊറോട്ട, അതിൻ്റെ കൂടെ ഈ എന്താ പറയുക ഗ്രീൻ പീസ് കറി, അതുപോലെയുള്ള വെജിറ്റേറിയൻ കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേ ഏരിയയിലൊക്കെ പോയി കുറച്ച് സമയം കുട്ടികളവിടെ എൻജോയ് ചെയ്തു. പിന്നെ ഒരു വൈകിട്ട് ഇരുട്ടിയതോടുകൂടി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് കേട്ടോ. ഇന്നലെ ഇവിടെ വരമഹാലക്ഷ്മി പൂജയായിരുന്നു. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ സ്കൂളുകൾക്കൊക്കെ ഹോളിഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് പോരടിച്ച സമയത്തൊന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഞങ്ങളാണെങ്കിലും അത്യാവശ്യം നടന്നൊരു എന്താ പറയുക അത്യാവശ്യം ടയേർഡായിട്ടാണ്. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.